നമസ്കാരം സുഹൃത്തുക്കളെ. സ്വാമി വിവേകാനന്ദനാൽ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട സ്ഥലമാണ് കേരളം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഭാരതത്തിലൊട്ടാകെയും ഒക്കെയും സഞ്ചരിച്ചിട്ടുള്ള സ്വാമിജി ഈ അയിത്തവും ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വവും ഒക്കെ പല രീതിയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷേ കേരളത്തെ മാത്രം എന്തുകൊണ്ടാണ് സ്വാമിജി ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അത് കേരളത്തിലെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ്. ഈ കേരളത്തിലെ ഹിന്ദുവിൽ നിന്ന് താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്നവർ സെമിറ്റിക് മതത്തിലേക്ക് മതം മാറിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാന്യതയുണ്ട്. അവർക്ക് ഈ ഉയർന്ന ജാതി എന്ന് പറയുന്നവരും അവനവന്റെ പൂമുഖത്ത് കസേര വലിച്ചിട്ട് കൊടുക്കും എന്നുള്ളതാണ് ആ പ്രത്യേകത. അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം കിട്ടും. അത് തൽക്കാലത്തേക്ക് ആണ് എന്ന് വെച്ചാലും അത് MTയുടെ അസുരവിത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഒരു ബഹുമാന്യതയൊക്കെ അതിലെ നായകന് കിട്ടുന്നുണ്ട്. പിന്നീട് ആ അവഗണന അനുഭവിച്ച് പിന്നീട് അയാൾ വഴിമാറി പോകുന്നുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് കിട്ടുന്ന ഈ ബഹുമാന്യത കൊണ്ട് എല്ലാവരും ചിലരെങ്കിലും അല്ലെ കുറെ പേരെങ്കിലും അങ്ങോട്ട് മതം മാറിപ്പോകുന്നു. അത് ഹൈന്ദവ സമൂഹത്തെ എത്രമാത്രം ശോഷിപ്പിക്കുന്നു, ഹിന്ദു മതത്തിന് അത് എന്തുമാത്രം തിരിച്ചടി നൽകുന്നു എന്നുള്ള വേദന കൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ് എന്ന്. അപ്പോ ഇതേപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥ മറ്റുള്ള എല്ലാ സമൂഹങ്ങളിലും പല രീതിയിലും ഉണ്ട്. ഇതിപ്പോ ഹിന്ദു സമൂഹത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പം ഇസ്ലാമിനെ എടുത്തു നോക്കും. മുജാഹിദ് സുന്നി എന്ന് പറയുന്നതിൽ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. മുജാഹിദിൽ തന്നെ പല വിഭാഗമുണ്ട്, സുന്നിയിൽ പല വിഭാഗമുണ്ട്. ക്രിസ്ത്യൻസിൽ നോക്കിയാലോ അതിലും ഒരുപാട് വിഭാഗങ്ങൾ നമുക്കറിയാം. ഈ രണ്ട് സെമിറ്റിക് മതത്തിലും പരസ്പരം പള്ളിയിൽ പോകാത്ത വിധത്തിലാണ് ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ അവാന്തര വിഭാഗങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ ഹിന്ദുവില് ഉള്ളിൽ നിന്ന് തന്നെയുള്ള പരിഷ്കരണം കൊണ്ട് അതൊക്കെ എപ്പോഴോ ഇല്ലാതായി കഴിഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ക്ഷേത്രങ്ങളിൽ പോവാം. ഇപ്പോ എന്താ കുംഭമേളയ്ക്ക് എല്ലാവരും കൂടി പോയി ഗംഗയിൽ മുങ്ങുമ്പോ അതാ എല്ലാവരും കൂടെ പോയി മാലിന്യ കുഴിയിൽ മുങ്ങുന്നേ എന്നാണ് കരച്ചില്. എല്ലാവരും കൂടി പോയാലും പ്രശ്നമാണ്, എല്ലാവരും ഇല്ലെങ്കിലും പ്രശ്നമാണ്. നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോ ഈ ജാതി വ്യവസ്ഥ ഇത് ലോകത്ത് എല്ലായിടത്തും പല രീതിയിലും നിലനിന്നിരുന്നു. ഒന്നുകിൽ വർണ്ണവ്യവസ്ഥയായിട്ട്. അമേരിക്കയിലൊക്കെ നമ്മൾ ഈ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ അടിമത്തം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അബ്രഹാം ലിങ്കണൊക്കെ അവിടുത്തെ തനത് ജനതയോട് ചെയ്ത ക്രൂരത എന്താണെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും ഈ കാസ്റ്റ് സിസ്റ്റം പല രീതിയിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പല രീതിയിലും നിലനിൽക്കുന്നുമുണ്ട്. അപ്പൊ അത് ഉള്ളിൽ നിന്ന് തന്നെ പരിഷ്കരണം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പഴയ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നത് സനാതന ധർമ്മമാണ്. അപ്പൊ എന്തായാലും അതില്ലാതായിരുന്നു എന്നൊന്നും പറഞ്ഞൊന്നും വെള്ളപൂശുന്നൊന്നുമില്ല. ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയും വിവേകാനന്ദ സ്വാമികളെ പോലെയും വീര സാവർക്കറിനെ പോലെയുള്ളവരൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ പരിഷ്കരിച്ചുകൊണ്ട് അതിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും സാമൂഹികമായ ഉച്ചനീചത്വങ്ങളൊന്നും ആരുടെയും ആ പ്രവൃത്തിയിലില്ല. ചിലപ്പോൾ ചില മനുഷ്യരുടെ ഉള്ളിലുണ്ടാവുമായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് 1921 ഖിലാഫത്തിന് ശേഷം കുമാരനാശാൻ ഏറനാട് സന്ദർശിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി അറിഞ്ഞു വരാൻ പറഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. അദ്ദേഹം അവിടെ പോയി, ആ ഏറനാട്ടിൽ പോയി അവിടുത്തെ കൊലപാതകവും കൊള്ളിവെപ്പ്, ബലാത്സംഗം, ക്ഷേത്രധ്വംസനം ഒക്കെ നേരിട്ട് അറിഞ്ഞ് അത് ശ്രീനാരായണ ഗുരുവിനെ പോയി അറിയിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതുന്നതാണ് ദുരവസ്ഥ എന്ന് പറയുന്ന ആ ഒരു ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1921 മാപ്പിള കലാപമാണ്. ഇതിലെ നായകനും നായിക എന്ന് പറയുന്നത് ചാത്തൻ എന്ന് പറയുന്ന ഒരു പുലയനും സാവിത്രി എന്ന് പറയുന്ന ഒരു നമ്പൂതിരി സ്ത്രീയുമാണ്. അപ്പോൾ അതിന്റെ മുഖവുരയിൽ കുമാരനാശാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മഹാവിപത്ത് എന്ന് പറയുന്ന 1921 മാപ്പിള കലാപം, ഈ മഹാവിപത്തിന്റെയും ഇത് പഠിപ്പിച്ച പാഠങ്ങളിൽ ചിലതിന്റെയും
ഓർമ്മയെ സമുദായത്തിന്റെ പുനഃസംഘടനയ്ക്ക് പ്രേരകമാകത്തക്കവണ്ണം നിലനിർത്തണമെന്നുള്ളതാണ് ദുരവസ്ഥ എന്ന പാട്ടിന്റെ ഉദ്ദേശം. അപ്പോൾ ഇത് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കരണത്തിന് നാം ഒന്നിച്ചു നിൽക്കണം. ഈ ഐത്തം ജാതി വ്യവസ്ഥ നമ്മളെ എങ്ങനെ ദുർബലരാക്കുന്നു എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് കുമാരനാശാൻ അതിന്റെ മുഖവുരയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, കേരള ജില്ലയിൽ കേദാരവും കാടും ഊരും മലകളുമാർന്ന നാട്ടിൽ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴുമേറ നാട്ടിൽ. എവിടെയാണ് കഥ നടക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുന്നത്, കുമാരനാശാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോര കൊണ്ട് ചോന്ന ഏറനാട്ടിലാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാവിത്രി ചാത്തന്റെ അടുത്ത് എത്തുന്നത് എന്ന് പറയുന്നു. അതിങ്ങനെയാണ്: ഭള്ളാർന്ന ദുഷ്ട മുഹമ്മദന്മാർ കേറി കൊള്ളയിട്ടാർത്തഹോ തീ കൊളുത്തി വെന്തുപോയൊരു വമ്പിച്ച മനയിലെ സന്താനവല്ലിയാണിക്കുമാരി. ഈ കുമാരി, ഈ പെൺകുട്ടി ഒരു മനയിലെ നമ്പൂരിക്കുട്ടിയാണ്. ഭള്ളാർന്ന ദുഷ്ട മുഹമ്മദന്മാർ കേറി കൊള്ളയിട്ട് ആർത്ത് തീ കൊളുത്തി വെന്തുപോയ ഒരു മന, കത്തിപ്പോയ ഒരു മനയിലെ സന്താനവല്ലിയാണ്, കുട്ടിയാണ് ഈ പെൺകുട്ടി സാവിത്രി എന്ന് പറയുന്നത്. കൊള്ളക്കാരൊട്ടാളെ വെട്ടിക്കൊല ചെയ്തും അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തും ഉള്ളിൽ നടക്കും തിരക്കിലിരുട്ടിലി പുള്ളിമാൻ കണ്ണിയാൾ ചാടിപ്പോന്നാൾ. എങ്ങനെയാണ് ചാടിപ്പോന്നത്, രക്ഷപ്പെട്ടത്? ആ കൊള്ളക്കാർ, ഈ ക്രൂര മുഹമ്മദരായ കൊള്ളക്കാർ അകത്തുള്ള ആൾക്കാരെ, മറ്റുള്ളവരെ വെട്ടിക്കൊല ചെയ്യുമ്പോഴും അള്ളാഹ് മതത്തിൽ പിടിച്ചു ചേർക്കുമ്പോഴും, അവരുടെ മതത്തിലേക്ക്, അള്ളാഹുവിന്റെ മതത്തിലേക്ക് അവരെ നിർബന്ധിച്ച് ചേർക്കുമ്പോഴും ഉള്ളിൽ നടക്കുന്ന തിരക്കില്, ഇരുട്ടില് ഈ പെൺകുട്ടി, ഈ സുന്ദരിയായ പുള്ളിമാൻ കണ്ണിയാൾ, അത്രയും സുന്ദരിയാണ്, നല്ല കണ്ണുള്ളവൾ, അവൾ ചാടിപ്പോരുകയാണ്. അതാണ് അന്നത്തെ ആ സാഹചര്യത്തെ പറ്റി കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ക്രൂരതയെ പറ്റി പറയുമ്പോൾ കുമാരനാശാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ. ഹന്തമതമെന്നു ഘോഷിക്കുന്നല്ലോ ഈ ജന്തുക്കൾ, എന്തതിൽ നീതിയില്ലേ. എന്തുകൊണ്ടാണ് ഈ മൂർഖർക്ക് സ്വന്തമായ അമ്മയും സഹോദരിമാരും ഇല്ലേ, പെണ്ണുങ്ങളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഹന്തമതമെന്ന് ഘോഷിക്കുന്നുണ്ടല്ലോ, മതം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ജന്തുക്കൾക്ക് ഈ പറയുന്ന മതത്തിൽ നീതിയില്ലേ എന്നാണ് കുമാരനാശാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ സാവിത്രി ചാത്തനെ കൊണ്ട് പറയുന്നുണ്ട്, ചാത്തന് എൻ്റെ അടുത്ത് കിട്ടിയ രക്ഷയെ പറ്റി പറയുന്നുണ്ട്. ആർത്തയായി വന്നു കുടിലൊളിച്ചൊരൻ വാർത്ത പോലും ദുഷ്ടമാപ്പിളമാർ ഓരാതെ കാത്തെന്നെ രക്ഷിച്ചു നീ മഹാഘോര ലഹള ചുറ്റും നടക്കേ. ഘോരമായ ലഹള ചുറ്റും നടക്കുമ്പോൾ ഈ ദുഷ്ടമാപ്പിളമാര് അറിയാതെ നിന്റെ കുടിലിൽ വന്ന് കയറി എന്നെ നീ രക്ഷിച്ചു. നാണം കെടുത്തിയും സ്ത്രീജനത്തെ താണുകേണാലും ചാരിത്രഭംഗം ചെയ്തും തൂണുപോൽ നിർത്തി തൊലിപൊളി ചുറ്റോരാം ആണുങ്ങളെ മുമ്പിൽ വെട്ടിക്കൊന്നും. അപ്പോൾ നാണം കെടുത്തി, സ്ത്രീജനങ്ങളെ നാണം കെടുത്തി, എത്ര താണു തൊഴുതാലും കേണു വിലപിച്ചാലും ചാരിത്രഭംഗം നടത്തി ബലാത്സംഗം ചെയ്ത് തൂണുപോൽ നിർത്തി തൊലി പൊളിച്ച്, ഇങ്ങനെ പച്ചയ്ക്ക് നിർത്തി, ആദ്യം തുണിയുരിച്ച് പിന്നെ തൊലി പൊളിച്ച്, പിന്നെ സ്വന്തക്കാരായ പുരുഷന്മാരെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നുകൊണ്ട് മാനഭംഗപ്പെടുത്തിക്കൊണ്ട് ഈ ചെയ്യുന്ന ദുഷ്ടമാപ്പിളമാരിൽ നിന്നും എന്നെ നീ ഒളിച്ചു വെച്ച് രക്ഷിച്ചല്ലോ. ക്രുദ്ധരായി നീചങ്ങളാം ഓരോരോ കൃത്യങ്ങൾ ചെയ്യുവതിനിടയിൽ ഇത്ര സമാധാനം ഉൾക്കൊണ്ടൊരു കുലപുത്രി എന്നെ പോലെ ഏറെ നാട്ടിൽ.
നിശ്ചയം ജീവിച്ചിരുന്നിരിക്കിൽ അത്ര മെച്ചമായല്ലോ നീ എന്നെ കാത്തു. നീ എന്നെ എങ്ങനെയൊക്കെ കാത്തു. ഇത്ര സമാധാനത്തോടെ ഒരു കുലപുത്രിയും ഒരു നല്ല തറവാട്ടിൽ പിറന്ന കുട്ടിയും ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കില്ല, ഈ ഏറെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമാണ്. കാരണം എല്ലാവരും കൊല ചെയ്യപ്പെട്ടു, മതം മാറ്റപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ക്രുദ്ധരായ ഇവര് നീചനീചങ്ങളായ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ എത്ര നന്നായിട്ടാണ് കാത്തത്. എൻ്റെ കൂട്ടക്കാരായ ഒരു പെൺകുട്ടിയും ഇപ്പോൾ ഇതുപോലെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവില്ല എന്നാണ് അന്ന് സാവിത്രി പറഞ്ഞു വെച്ചത്. ഇതിൽ കുമാരനാശാൻ അവസാനം കൺക്ലൂഷൻ ആയിട്ട് ആശാന്റെ ഒരു കവിവാക്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: മാപ്പിളമാരെന്ന ശബ്ദവും കൈക്കുന്നു വേപ്പിലയേക്കാൾ ചെവിക്കു തന്നെ. മാപ്പിളമാരെന്ന ശബ്ദവും കൈക്കുന്നു വേപ്പിലയേക്കാൾ ചെവിക്കു തന്നെ. അപ്പോൾ അത്രയേറെ ഒരു കയ്പാണ്, അത്രയ്ക്ക് പേടിപ്പെടുത്തുന്നതാണ്. ആ ഒരു ഭീകരാന്തരീക്ഷത്തെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട്. ആനി ബസന്റും പിന്നീട് അംബേദ്കറും ഒക്കെയും ആ ക്രൂരമായ ആ ചെയ്തികളെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരു നേരിട്ട് പോയി ബോധ്യപ്പെടാൻ പറഞ്ഞിട്ട് തൻ്റെ തന്നെ ബോധ്യത്തിൽ നിന്ന് കുമാരനാശാൻ എഴുതിയിട്ടുള്ള ഈ ദുരവസ്ഥയിലെ വരികൾ. അപ്പോൾ അതിൻ്റെ മുഖവുരയിൽ തന്നെ ആശാൻ പറയുന്ന മറ്റൊരു കാര്യം, കൽപ്പനാശക്തിയെ തോൽപ്പിക്കുന്ന ഭയങ്കരങ്ങളും പൈശാചികങ്ങളുമായ സംഭവങ്ങളെ കൊണ്ട് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ഇളക്കി മറിച്ച ഒരു കൊടുങ്കാറ്റ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പൈശാചികതയും ക്രൂരതയും. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ വെഞ്ഞാറമൂടിലൊക്കെ കണ്ടില്ലേ, നമുക്കത് ചിന്തിക്കാൻ പോലും ഒരു സാധാരണ മനുഷ്യന് പറ്റാത്ത പൈശാചികത. എവിടുന്ന് പഠിച്ചു എന്ന് അറിയില്ല, അങ്ങനത്തെ പൈശാചികത. അപ്പോൾ അന്ന് ഇത് എഴുതിയപ്പോൾ ഈ കുമാരനാശാന്റെ അടുത്ത് പലരും വന്നിരുന്നു. ആലപ്പുഴയിലെ ജമാഅത്ത് യുവജന സംഘം ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇത് മാപ്പിള സമൂഹത്തിന് എതിരായിട്ടുള്ളതാണ്, പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ട് അത് കുമാരനാശാന് അയച്ചു കൊടുത്തു. ആശാൻ പറഞ്ഞു അത് സാധ്യമല്ല, ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരസിച്ചു. പിന്നീട് പലരും ഇതിലെ ഈ ദുരവസ്ഥയിലെ തീക്ഷ്ണമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കി പുനർരചന നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആശാനെ സമീപിച്ചു. അന്ന് സമാധാന കമ്മിറ്റിക്കാരുണ്ടാവുമല്ലോ, നമ്മളെ കൂട്ടത്തിലും ഉണ്ടാവും. അവർ പൂക്കളെയും ചിത്രശലഭങ്ങളെയും ഒക്കെ സ്നേഹിച്ചവരായിരുന്നു. അതുകൊണ്ട് താങ്കൾ ഇതൊക്കെ ഒന്ന് മയപ്പെടുത്തി പറയണം, അവരെ വേദനിപ്പിക്കരുത്, അവരങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരെ സമാധാന കമ്മിറ്റിക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വല്ല എന്തെങ്കിലും കൈക്കൂലിയോ പൈസയോ കാര്യലാഭമോ അല്ലെങ്കിൽ പേടി കൊണ്ടോ അവരിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും പുനർരചന നടത്തണം, തീക്ഷ്ണമായ പ്രയോഗങ്ങൾ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോഴും അന്ന് ആശാൻ പറഞ്ഞത് ഞാൻ നേരിൽ കണ്ട കാര്യങ്ങൾ എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ എഴുതിയതാണ്. അത് എൻ്റെ 2 കൈയും വെട്ടിക്കളഞ്ഞാലും ഞാനത് തിരുത്തുകയില്ല എന്നാണ് ആശാൻ അന്ന് പറഞ്ഞത്. അപ്പൊ അത്ര തീക്ഷ്ണമായി അത്ര കഠിനമായി ഇതിനോട് പ്രതികരിച്ച ആശാൻ പിന്നീട് പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ മരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയ്ക്ക് നന്നായിട്ട് നീന്തൽ അറിയുന്ന ആശാൻ ആ ആറ്റിൽ എങ്ങനെ നീന്താതെ മരിച്ചുപോയി? കുറച്ചു ദൂരെയുള്ള ഒരു ചളിക്കുണ്ടിൽ നിന്നാണ് ആശാന്റെ മൃതദേഹം കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒന്നും പുറകിലുള്ള ദുരൂഹതകൾ ഇതുവരെയും നീങ്ങിയിട്ടില്ല. ആ ഒരു പല്ലനയാറ്റിലെ ബോട്ടപകടവും ആശാന്റെ മരണവും എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയൊക്കെ പലതും അന്വേഷണത്തിൽ ഇനിയും വെളിച്ചത്ത് വരാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ സത്യം അന്വേഷിക്കുന്നവരുടെ മുമ്പിലേക്ക് കാലം തെളിയിക്കുമായിരിക്കും. അന്ന് കാലം തെളിയിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് വിളിച്ചു പറയാനുള്ള, സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള, ആ സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം അന്ന് ദൈവം കൊടുക്കട്ടെ. ആ വിളിച്ചു പറയുന്നവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ നമുക്കും നട്ടെല്ലുണ്ടാവട്ടെ. രാഷ്ട്രായ സ്വഹ ഇദം നമ്മമ.